ഹലോ, ഷാനിസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഷവായ ചിക്കനാണ്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ഷവായ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു അടിപൊളി ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സ്കിന്നില്ലാത്ത ചിക്കനാണ്. അത് നന്നായി ഒന്ന് വരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കുന്ന മസാല എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നില്ലാത്ത ചിക്കനാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്നുള്ളത് കിട്ടിയെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാം. ഫസ്റ്റായി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നന്നായി തേച്ച് പിടിപ്പിക്കുക. അതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടത് കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിന, ഇതെല്ലാം ഒന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കുറച്ച് മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് 2 സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടീസ്പൂൺ ആണ്. കാശ്മീരി മുളക് 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ക്ലിയറായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നാലാണ് ഷവായ ചിക്കൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്തൊരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അത് നമുക്ക് ചിക്കൻ്റെ വയറിനകത്തേക്കുള്ള മസാലയാണ്. അതിലേക്ക് ഞാൻ 2 ഒനിയനാണ് എടുത്തിട്ടുള്ളത്, ഒരു തക്കാളി, അതുപോലെ ക്യാപ്സിക്കം, കറിവേപ്പില, ചപ്പ്, പുതിന, ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരിത്തിരി ഉപ്പും കുരുമുളക് പൊടിയും നേരത്തെ ചേർത്തിട്ടുള്ള മസാലൻ്റെ ബാക്കിയും ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കൻ്റെ വയറിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരിത്തിരി ഉപ്പും ചേർത്താണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇത് നന്നായി ഉഷാറായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ആ ബാക്ക് ഭാഗം നമുക്കൊന്ന് നൂല് കൊണ്ട് കെട്ടാം. ചിക്കനിലുള്ള മസാല പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നൂല് കൊണ്ട് കെട്ടുന്നത്. അത് നന്നായി ഫില്ല് ചെയ്തതിന് ശേഷമാണ് നൂല് കൊണ്ട് കെട്ടുക. ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ വേവിക്കുന്നത്. വാഴയില വാട്ടി അതിൽ വെച്ച് കെട്ടിയിട്ടാണ് കുക്കറിനകത്തേക്ക് നമ്മൾ ചിക്കൻ വെക്കുന്നത്. കുക്കറിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പ്ലേറ്റും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. ഇതൊരു 35 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വിസിലിടണം നിർബന്ധമില്ല, വിസിലിടാതെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. ചിക്കൻ്റെ വേവ് പാകമാവണമെങ്കിൽ നമുക്കൊരു 35 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാവൂ.
അതിനുശേഷം ഞാനിവിടെ ഗ്രില്ല് വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ പൊള്ളിക്കുന്നത്. സാധാരണയായിട്ട് എല്ലാവരും എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഞാനിവിടെ എണ്ണയില്ലാതെ ഗ്രില്ല് വെച്ചിട്ടാണ്, ഗ്യാസിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒന്ന് മുരിച്ചെടുത്ത് ഇരുവശവും എല്ലാ ഭാഗവും നമ്മൾ നന്നായി ഒന്ന് മുരിച്ചെടുക്കണം. ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് മുരിച്ചെടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നന്നായി ഒന്ന് മുരിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം ചിക്കനെല്ലാം പാകമായിട്ടുണ്ട്. എല്ലാ ഭാഗവും മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഗ്രില്ലിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. അതിന് വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റാണ്. ക്യാരറ്റ് നല്ല ഭംഗിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും ഒന്ന് ഭംഗിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഷവായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കമൻറ്റിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷാനീസ് ഡ്രീം വേൾഡ് എന്ന ചാനൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും.